ഹായ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ വ്ളോഗ് എടുത്ത് കറങ്ങി നടക്കാനൊന്നും നിവർത്തിയില്ല. അപ്പോൾ അത് മാത്രമല്ല, നമുക്കതിന് സമയവുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കൂടിക്കോളൂ. ഇന്നലെ ഞാൻ അയല തേങ്ങ അരച്ച് വെച്ചതിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് അയലക്കറി മുളകിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പിയാണെന്നുള്ളത്. അത് മാത്രമല്ല, അല്ലാതെ തന്നെ കുറച്ച് കടാലുടാൽ കറികളൊക്കെ വയ്ക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫ്രിഡ്ജിലിരുന്ന അയല എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെട്ടി വൃത്തിയാക്കി വെക്കാം. അതിനു മുമ്പ് തന്നെ നമ്മൾ അയലക്കറിക്ക് വേണ്ട കുറച്ച് തേങ്ങ അരച്ചും വെക്കണം, കുറച്ച് മുളകിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കട്ടെ. അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള, അതായത് തേങ്ങ അരച്ച് കറി വെക്കാനുള്ളതിൻ്റെ അരപ്പ് കൂട്ടിക്കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ അതിനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എങ്ങനെയാണ് തേങ്ങ അരച്ച് വെക്കുന്നതെന്ന്. അപ്പോൾ മുളക് കറി വെക്കുന്നതിൻ്റേത് ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അരച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇട്ടതുപോലെ തന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി ഈ മുളകും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിടണം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മീൻകറിക്കുള്ള മുതൽ അടുപ്പത്ത് കയറി കഴിഞ്ഞു. ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെ കുറച്ച് ജോലികൾ കൂടിയുണ്ട്. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ അത്യാവശ്യം കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുളകിട്ട് വയ്ക്കാനുള്ളതിൻ്റെ പരിപാടി കൂടി ചെയ്യാം. ഇനി നമുക്ക് മീൻ മുളകിട്ട് വെക്കുന്നത് എങ്ങനെയെന്ന് കൂടി കാണാം. പക്ഷേ രണ്ട് രീതിയിലാണ് കേട്ടോ മീൻ മുളകിട്ട് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വെക്കുന്ന രീതി എന്ന് വെച്ചാൽ കറി കുറച്ച് കൊഴുകൊഴായിരിക്കുന്ന രീതിയിലാണ് വെക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, നല്ല എരിവുള്ള പൊടി കേട്ടോ, കളറ് കുറവാണേ. ആ മുളക് പൊടി ഒരു 1.25 അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടി ഇടാം. ഏതാണ്ട് ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. സ്വല്പം കൂടി ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം എരിയൊക്കെ വേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ അതിട്ടു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ മുളക് കറി വെക്കാനുള്ള കൂട്ടാണ്. ഇതിനകത്ത് മുളക് പൊടി ഒരു 2.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 3.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത്തിരി ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുളിവെള്ളവും ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മീനിൻ്റെ അരപ്പ് എന്തായി എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് കിടപ്പുണ്ട്. ഇത് പുതിയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നു തിളച്ച് കഴിഞ്ഞപ്പോൾ. ചില ചട്ടികൾ, പുതിയ ചട്ടികൾക്കുള്ള കുഴപ്പമാണിത്, തിളച്ച് തൂവിപ്പോവും. അത് കുറച്ചൊന്ന് പഴകുമ്പോൾ റെഡിയായി കിട്ടിക്കോളും. അതിന് എൻ്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദാരിദ്ര്യം പിടിച്ച ചട്ടിയാ ഇങ്ങനെ തിളച്ച് തൂകി പോകുന്നതെന്നാണ് എൻ്റെ അമ്മയുടെ കണ്ടുപിടുത്തം. അതെൻ്റെ അമ്മമ്മ പറഞ്ഞു കൊടുത്തതാ. അമ്മേ, ഇനി ഇതിനെ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ചിട്ട് ഇതിനെ ചെറിയ തീയിൽ സെറ്റാക്കി എടുക്കാം. ഭയങ്കരമായിട്ട് വെള്ളം വറ്റി പോയി കഴിഞ്ഞാൽ, പുതിയ ചട്ടിയാണ്, ആദ്യമായിട്ടാണ് ഇന്ന് എടുത്തത്. അപ്പം കുറച്ച് ഒരുപാടങ്ങ് വറ്റിപ്പോണ്ട. എന്തായാലും ചെറിയ തീയിൽ നമുക്ക് അടുപ്പിലിടാം. നോക്കൂ ചട്ടിയുടെ പുറത്തൂടെയൊക്കെയുള്ള കോലം. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് മുളക് കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കടുക് പൊട്ടിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ചട്ടിക്കുള്ളിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ ഒഴിച്ചോളൂ. കുറച്ച് എണ്ണ മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, എടുത്ത് വെച്ചിരിക്കുന്ന കടുക് അങ്ങോട്ടങ്ങ് ഇടുക. അത് അവിടെ കിടന്ന് കുടു എന്ന് പറഞ്ഞ് പൊട്ടി വരട്ടെ. പൊട്ടട്ടെ. ഈ കടുക് പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. കടുക് മുഴുവനായിട്ടും പൊട്ടി തീർന്നതിന് ശേഷം വേണം നമ്മൾ ചെറിയ ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഭയങ്കര ചൂട്, എൻ്റെ മൊബൈൽ പൊട്ടിത്തെറിക്കുമോ ചൂട് എടുത്തിട്ട്.
ആരും ഇല്ലടോ ഹെൽപ്പിന്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, ചെറിയ ഉള്ളി കഴുകി ഫ്രഷാക്കിയതിന് ശേഷം അരിഞ്ഞ് കുണ്ണയെന്നും പറഞ്ഞ് അരിഞ്ഞെടുത്ത സാധനം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്കിതൊന്ന് ഇളക്കട്ടെ. ഇളക്കിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക വറ്റൽമുളക് കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഞാൻ ഇനി ഇത് മൂക്കാറാകുമ്പോഴേ കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കടുവല്ല ഉള്ളിയൊക്കെ മൂത്ത് വരാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. മൂത്തില്ല, ശകലച്ചേ ചുവന്ന് വരുന്നതേ ഉള്ളൂ. നമുക്കിനി ഇതിനകത്തേക്ക് സകലമാന മുനിമാരെയും മനസ്സിൽ വിചാരിച്ച് ഒരു ഹോമത്തിനെന്ന പോലെ സ്വാഹ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ, പൊട്ടിത്തെറിക്കുന്നു. ഭയങ്കര ചൂട്. ഭയങ്കര തീ. ഇത്രയും തീയൊക്കെ ഇട്ടിരുന്നാൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോയി. കുറച്ച് തീ മതി. ഏകദേശം മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് മുളക് പൊടി. ലേശം ഇട്ട് കൊടുത്താൽ മതി. ഈ മുളക് പൊടി ഇടുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ അടുപ്പിൽ തീ ഒട്ടും കാണരുത്. കരിഞ്ഞങ്ങ് പോകും, മൂത്ത് കരിഞ്ഞങ്ങ് പോകും. അങ്ങനെ മൂത്ത് കരിഞ്ഞു പോയാൽ പിന്നെ കൊള്ളില്ല. പിന്നെ നമ്മുടെ ഈ പൊടികളെല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുന്നത് ആ അടുപ്പിലിരിക്കുന്നതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചെടുക്കാമേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അരപ്പുണ്ടല്ലോ നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് തീയിട്ട് അടച്ച് ഇട്ട് വേവിക്കാം. നന്നായിട്ട് അരപ്പ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തോട്ട് കണ്ടിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പലരും മുളക് കറി വയ്ക്കുന്നതിന് പിണമ്പുളിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ പൊതുവേ പിണമ്പുളി ഉപയോഗിക്കാറില്ല. ഇവിടെ ആർക്കും അധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഞാൻ കടുവ ചേർക്കാതെ, ഞാനല്ല, നിങ്ങൾ ആരായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കാണെങ്കിൽ കടുവ് പൊട്ടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മുളക് കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കടുവറുത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മുറിച്ച് വെച്ചിരിക്കുന്ന വൃത്തിയാക്കിയ ഓരോരോ അയല കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂട്. നമ്മൾ ഗ്യാസൊക്കെ ആണെങ്കിൽ, ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഇത്ര ചൂട് കാണത്തില്ല. ഇത് ഫോണ് തന്നെ പഴുത്ത് നിൽക്കുന്നു ചൂടടിച്ചിട്ട്, അത്രയേറെ ചൂട്. അപ്പോൾ നമ്മൾ എല്ലാ പീസുകളും ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിട്ടിട്ട് എപ്പോഴും ഇളക്കി കൊടുത്താൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും ഇളക്കി കൊടുക്കരുത്. ഇനി നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ആ കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഈ മുതുക്ക് വാഴക്കൂമ്പ് നമുക്ക് തോരത്തിനായിട്ട് കൊത്തി അരിയാം. കണ്ടോ, വലിയ വാഴക്കൂമ്പാണ്. അപ്പോൾ കൊത്തി അരിയുന്ന എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിറ്റാണിത്. അപ്പോൾ മൊബൈൽ പിടുത്തവും ഇതെല്ലാം ഞാനായതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് ഇത്രയും അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കട്ടിയുള്ള പോളയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത്രയും പകുതിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ തിരിച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് നാളെ എടുക്കേണ്ട ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ രണ്ട് രീതിയിൽ വൃത്തിയാക്കാൻ പറ്റും. അതായത്
എണ്ണ വെച്ചിട്ട് എണ്ണ ഇതിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നാരെടുക്കാൻ പറ്റും, അങ്ങനെയും വൃത്തിയാക്കാൻ പറ്റും. പിന്നീട് അല്ലാണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പോവുകയാണ്, മറ്റേത് കുറച്ച് സമയം കൂടുതലെടുക്കും അതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വൃത്തിയാക്കിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ കുറച്ചധികം സമയമായി നമ്മൾ നമ്മുടെ മീൻകറിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മുളകിട്ട് വെച്ച മീൻകറി എന്ത് കണ്ടീഷനായിട്ടാണോ, ഭയങ്കര ചൂട്. ഓ എൻ്റെ അമ്മ, അതെന്ത് ചൂട്! ഈ പരിസരത്ത് അടുക്കാനേ പറ്റുന്നില്ല, അമ്മാതിരി ചൂട്. അതേ തിള വന്നുകൊണ്ടിരിക്കുകയാണ്, വറ്റിയിട്ടൊന്നുമില്ല. നോക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇല്ല, കുറച്ചുകൂടി വറ്റാനുണ്ട്. ഒരുപാട് ഇത് വേണ്ട, തീ വേണ്ട. ഒരുപാട് തീ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് വറ്റും, പക്ഷേ അങ്ങനെ വറ്റിയിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ശകലം പോലും പൊടിയത്തില്ല ഈ തിളപ്പിച്ചാണ് ഇടുന്നതെങ്കിൽ. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ തീ മതി, സമയം കുറച്ചെടുത്താലും ചെറിയ തീയിൽ വേവുന്നതാണ് നല്ലത്. അതുപോലെ നമ്മുടെ മറ്റേ തേങ്ങ അരച്ച കറിയും കൂടി എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, പുതിയ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് കയറുന്നത്. കണ്ടോ, പുതിയ ചട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ പതഞ്ഞ് കയറും. ആദ്യമൊക്കെ കുഴപ്പമായിരിക്കും, പിന്നെ അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ അരച്ച അയലക്കറി, മുളകിട്ട് വെച്ച അയലക്കറി അടുപ്പിലും ഉണ്ട്. ഇനി നമുക്ക് വാഴക്കൂമ്പ് തോരൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ, മിക്സിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് അതേ കാന്താരി മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ജീരകം ഇട്ട് കൊടുക്കണേ. ജീരകം കൂടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വാഴക്കൂമ്പ് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിതേ തോരൻ വെക്കാനായിട്ട് അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ചു. ഭയങ്കര തീ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ ഈ തോരനും അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അസുഖങ്ങളുണ്ടല്ലോ, അതായത് മീൻകറിക്കൊന്നും കടുക് വറുക്കൂല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കടു പൊട്ടുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ രസം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും ചെറിയുള്ളിയും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ നാരുകൾ കളഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതേ കറിവേപ്പില ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം വെന്തിട്ടുണ്ട്, 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചല്ല, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എന്താണ് ഇതിൻ്റെ അരപ്പൊന്നിടുക. ഇതേ നമ്മളങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഇതേ എല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയുടെ കാര്യം പറയുമ്പോഴാണ് ഓർക്കുമായിരുന്നു, ശരിക്കും ഞാൻ ഇതിൽ നിന്ന് എന്തുമാത്രം എഡിറ്റ് ചെയ്ത് കളയേണ്ടി വരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ എൻ്റെ കിച്ചണിൽ നമ്മുടെ കരിപിടിച്ച അടുക്കളയിലെ ജീവിതം. അപ്പോൾ ഇത് മൊത്തം ഒന്നിടട്ടെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഴക്കൂമ്പ് തോരൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ആവിയിൽ. ഇത്രയും മുതുക്ക് തീയൊന്നും വേണ്ട. ഈ മുതുക്കൻ തീയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു കുഞ്ഞു തീയിൽ ഞാൻ ഇതിടാൻ പോവുകയാണേ. അതോടൊപ്പം തന്നെ നമ്മുടെ മുളകിട്ട് വെച്ച കറിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. ഇതിങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. നെയ്യൊന്നും വലുതായിട്ട് തെളിഞ്ഞൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. ഭയങ്കര ചൂട് കേട്ടോ. ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ
ഫോണും കൊണ്ട് നിന്നാൽ തന്നെ ഫോണിന് തന്നെ കേടാ, അത്രയ്ക്ക് ചൂട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കറി കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല, കൊള്ളാം. അപ്പോൾ ഇതും കുറച്ച് നേരത്തേക്ക് അടച്ചിട്ടേക്കാവേ. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്, തോരനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മീൻ കറികളും റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. വാഴക്കൂമ്പ് തോരനും തേങ്ങ അരച്ച അയലക്കറിയും മുളകിട്ട അയലക്കറിയും, ഇത് മാത്രമേ നമുക്കിന്ന് കറിയായിട്ടുള്ളൂ. അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീഡിയോ ഇരിക്കാനായിട്ട്. നമുക്കിവിടെ അയ്യോ തവിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, എടുക്കാൻ പറ്റുന്നില്ല. ഇതേ കഴിക്കാനായിട്ട് കുഴച്ച കിഴങ്ങ്. നമുക്കിതിനകത്തേക്ക് മുളവിട്ട കറി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അല്ല കണ്ടിട്ട് തന്നെ നമുക്ക് കൊതി തോന്നുന്ന മുളകുടച്ച കറിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ശരിക്കും മറ്റ് തേങ്ങ അരച്ച കറിയുണ്ട്, പക്ഷേ അത് വേണ്ട, ഞാൻ ഇതാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാവേ. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നതല്ല, തേങ്ങ അരച്ച കറി കൂട്ടിയില്ല, പക്ഷേ എനിക്ക് മുളകിട്ട കറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്.